ഇത് ചെയ്ത് കഴിയുന്നതോടെ നമുക്ക് എന്തെങ്കിലും മറ്റ് ബുദ്ധിമുട്ടുകൾ, അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസുകളായിട്ടുള്ള ഡയബറ്റിക്, കൊളസ്ട്രോൾ, പ്രഷർ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾക്ക് ഉണ്ടെങ്കിൽ ഇത് ചികിത്സയ്ക്ക് ശേഷം നമ്മൾ നോക്കിയാൽ ഇതിന് വളരെയേറെ വ്യത്യാസം, ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ വളരെയേറെ വ്യത്യാസം വരുന്നതായിട്ട് നമുക്ക് നേരിട്ട് ബോധ്യപ്പെടാം. നമസ്കാരം, ആയുർവേദയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കർക്കിടക ചികിത്സ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെ, അതായത് ടോക്സിൻസിനെ പുറന്തള്ളി ശരീരം ശുദ്ധിയാക്കുന്ന പ്രക്രിയയാണ് പ്രധാനമായിട്ടും കർക്കിടക ചികിത്സയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കർക്കിടക മാസത്തിൽ ചെയ്യുന്നതുകൊണ്ടാണ് കർക്കിടക ചികിത്സ എന്ന് ഇതിന് പേര് വന്നത്. പ്രധാനമായിട്ടും കർക്കിടക മാസം തിരഞ്ഞെടുക്കാൻ കാരണം പഞ്ചകർമ്മ ചികിത്സ ചെയ്യുന്ന സമയത്ത്, ഡീടോക്സിഫിക്കേഷൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ശരീരം ചൂടാവുകയും കാലാവസ്ഥ അനുസരിച്ച് തണുപ്പുള്ള കാലാവസ്ഥ, പ്രത്യേകിച്ച് കർക്കിടകത്തിൽ മഴയും തണുപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് തണുപ്പുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് അത് കർക്കിടക മാസം ഇതിന് പണ്ട് മുതൽ ഉള്ള ആൾക്കാർ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഡീടോക്സിഫിക്കേഷൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരം വർക്ക് ചെയ്യുന്ന സമയത്ത് ശരീരത്തിൽ ധാരാളം മാലിന്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെയുള്ള മാലിന്യങ്ങൾ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നത് നമ്മുടെ മോഷനിൽ കൂടെയും മൂത്രത്തിൽ കൂടെയും വിയർപ്പിൽ കൂടെയുമാണ്. പലപ്പോഴും നമ്മളുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ അധ്വാനങ്ങൾ കുറവായതുകൊണ്ട് നമുക്ക് വിയർപ്പ് താരതമ്യേന ഉണ്ടാവുന്നില്ല. അതോടൊപ്പം തന്നെ മോഷൻ, നമുക്ക് ഫാസ്റ്റ് ഫുഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ആ മോഷൻ നമ്മുടെ പലപ്പോഴും അങ്ങനെയുള്ളവർക്ക് കുറവായിരിക്കാനോ ബുദ്ധിമുട്ടൊക്കെയുള്ള അവസ്ഥയിലൊക്കെ ഉണ്ടാവാറുണ്ട്. ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങളെ പുറന്തള്ളാനുള്ള അവസ്ഥ ഇതുമൂലം പലപ്പോഴും പൂർണ്ണമായും നടക്കാറില്ല. നിങ്ങൾ നന്നായി വ്യായാമം ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നന്നായി ജോലി ചെയ്യുന്ന, ശാരീരിക അധ്വാനം ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു കർക്കിടക ചികിത്സയുടെ ആവശ്യമില്ല. റിജുവനേഷൻ തെറാപ്പിയുടെ, ഡീടോക്സിഫിക്കേഷൻ തെറാപ്പിയുടെ ആവശ്യമേ വരുന്നില്ല. അല്ലാത്ത സാഹചര്യത്തിൽ പൊതുവെ നമുക്ക് ശരീരത്തിന് വർക്ക് കുറവാണെങ്കിലും, ശരീരത്തിൽ വ്യായാമം കുറവുള്ള ഒരാളാണെങ്കിൽ, അതുപോലെ നിങ്ങൾ AC-യിലൊക്കെ കൂടുതൽ സമയം ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഈ ശരീരത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനെ പുറന്തള്ളുക എന്നുള്ളതാണ് ഈ ഡീടോക്സിഫിക്കേഷൻ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ മേൽനോട്ടത്തിൽ ചെയ്താൽ മാത്രമേ പൂർണ്ണമായും അതിൻ്റെ ഒരു ഫലം നമുക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ കർക്കിടക ചികിത്സ തിരുമ, ഒഴിച്ചില്, പിഴിച്ചിൽ ഇത് മാത്രമല്ല. അതൊരു ഡോക്ടർ നമ്മളെ കൃത്യമായി പരിശോധിച്ച് എന്താണ് നിലവിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളെന്ന് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് ഓരോരുത്തർക്കും അനുയോജ്യമായ രീതിയിലാണ് അത് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടറെ തന്നെ കണ്ട് നമ്മൾ ഇത് കൺസൾട്ടേഷൻ എടുത്ത് തന്നെ വേണം ഇത് കൃത്യമായി ചെയ്യാൻ. നമ്മളുടെ ഇവിടെ ഏകദേശം 45 വർഷത്തിന് മേൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ നേതൃത്വത്തിലാണ് ഇതിന് വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ നമ്മളിവിടെ ചെയ്യുന്നത്. ഈ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നതോടുകൂടി നമുക്ക് 7 ദിവസത്തെ, 12 ദിവസത്തെ, 14 ദിവസത്തെ, 20 ദിവസത്തെ അങ്ങനെ വിവിധങ്ങളായ പാക്കേജുകളുണ്ട്. നമുക്ക് അനുയോജ്യമായ പാക്കേജുകൾ ഏതാണെന്ന് വെച്ചാൽ അത് എടുത്ത് അത് ചെയ്യുന്നതോടുകൂടി നമുക്ക് 1-2 ദിവസം കഴിയുമ്പോൾ മുതൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം നമ്മുടെ ശരീരത്തിൽ അറിയാൻ പറ്റും. ഇത് ചെയ്ത് കഴിയുന്നതോടെ നമുക്ക് എന്തെങ്കിലും മറ്റ് ബുദ്ധിമുട്ടുകൾ, അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസുകളായിട്ടുള്ള ഡയബറ്റിക്, കൊളസ്ട്രോൾ, പ്രഷർ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾക്ക് ഉണ്ടെങ്കിൽ ഇത് ചികിത്സയ്ക്ക് ശേഷം നമ്മൾ നോക്കിയാൽ ഇതിന് വളരെയേറെ വ്യത്യാസം, ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ വളരെയേറെ വ്യത്യാസം വരുന്നതായിട്ട് നമുക്ക് നേരിട്ട് ബോധ്യപ്പെടാം. കർക്കിടകത്തിൽ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന് മറ്റെന്തെങ്കിലും ഒരു അനുയോജ്യമായ സമയം സെലക്ട് ചെയ്ത് അത് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് നമ്മളൊരു വാഹനം സർവീസ് ചെയ്യുന്നതിനോട്ടാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും വാഹനം ഉപയോഗിക്കുന്നവരാണ്. ഒരു 10,000 കിലോമീറ്റർ അല്ലെ 20,000 കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മൾ വാഹനം സർവീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത കുറച്ച് നാൾ കഴിയുമ്പോൾ അത് പണി മുടക്കാനുള്ള സാധ്യത, വഴി കിടക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ശരീരത്തിൻ്റെ കാര്യവും. കൃത്യമായി വാഹനം സർവീസ് ചെയ്ത്, ഒരു 10,000 കിലോമീറ്റർ വാഹനം സർവീസ് ചെയ്ത് നമ്മൾ അടുത്ത ഒരു 10,000 കിലോമീറ്റർ തടസ്സമില്ലാതെ ഓടുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഡീടോക്സിഫിക്കേഷൻ ട്രീറ്റ്മെൻറ്റ്. നമുക്കിത് എടുക്കുന്നതോടുകൂടി അടുത്ത കുറേ നാളുകളിലേക്ക് നമുക്ക് മറ്റ് രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും വരാതെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് ആരോഗ്യകരമായിട്ട് ജീവിച്ചു പോകാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് കൊണ്ട് നമുക്ക് സംഭവിക്കുന്ന കാര്യം. കൃത്യമായി നിങ്ങളെ ഓരോരുത്തരെയും പരിശോധിച്ച് ഇത് ചെയ്യാനുള്ള സജ്ജീകരണം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഇതോടൊപ്പമുള്ള നമ്പറിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ്. കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നന്ദി, നമസ്കാരം.